തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളിൽ പാർട്ടി നേതൃത്വത്തിന് പുത്തൻ ഉണർവേകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ബിജെപി സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കും. രാവിലെ 10 മണിക്ക് പാലാരിവട്ടം റെനെ ഹോട്ടലിൽ നടക്കുന്ന സംസ്ഥാന നേതൃയോഗം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാകും കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനെത്തുക. ദ്വിദിന സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയാണ് അമിത്ഷാ കൊച്ചിയിലെത്തിയത്. സ്വകാര്യ ചടങ്ങ് നടക്കുന്ന ബോൾഗാട്ടിയിൽ നിന്നും നിഷാ ദിലീപ്, കോർ കമ്മിറ്റി യോഗം നടക്കുന്നിടത്ത് നിന്നും ജിജീഷ് കരുണാകരൻ എന്നിവർ ചേരുകയാണ്. ആദ്യം ജിജീഷ് നേതൃയോഗത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുക. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളടക്കം വിലയിരുത്തുന്ന നിർണായകമായ ഒരു യോഗമാണ്. യോഗ നടപടികൾ എത്ര മണിക്കാണ് ആരംഭിക്കുക? മറ്റ് വിശദാംശങ്ങൾ കൂടി. KP നിലവിൽ അറിയിച്ചതനുസരിച്ച് 11 മണിയോടെ യോഗ നടപടികൾ ആരംഭിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. KP നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവേശം തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനം. കാരണം കഴിഞ്ഞ തവണ ജൂലൈ മാസത്തിൽ അദ്ദേഹം കേരളത്തിലെത്തിയിരുന്നു. ജൂലൈ 12-ന് 2 ചടങ്ങുകളിൽ BJP സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനം അടക്കം 2 പരിപാടികളിൽ വാർഡ് തലത്തിലുള്ള നേതൃസംഗമത്തിലും പങ്കെടുത്തു. അന്ന് അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അതൊരു ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങളുള്ള കാര്യമല്ല. ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ശക്തമായി തന്നെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയാൽ അങ്ങനെ ഒരു വഴി അത് തുറന്നു കിട്ടും എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം വരുമ്പോൾ, കാരണം അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തും ചില പദ്ധതികളെല്ലാം മുന്നോട്ട് വെച്ചുമാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഒരു തുടർ നടത്തിപ്പ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവലോകനങ്ങൾ, പുരോഗതി എന്നിവ വിലയിരുത്തുന്നതിന് വേണ്ടി വീണ്ടും തന്നെ ഒരിക്കൽ കൂടി കൊച്ചിയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൽ വരുന്നുണ്ടെന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലേക്ക് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, സംസ്ഥാന നേതൃസംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തുന്നത്. സംസ്ഥാന ഭാരവാഹികൾ, സംസ്ഥാന അധ്യക്ഷൻ, സംസ്ഥാന ഉപാധ്യക്ഷന്മാർ, ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറിമാർ അടക്കമുള്ള ഭാരവാഹികളുണ്ട്. മേഖലാ തലത്തിലുള്ള പ്രഭാരിമാർ, മേഖലാ തലത്തിലുള്ള സെക്രട്ടറിമാർ, പ്രസിഡന്റുമാർ, ഒപ്പം തന്നെ ജില്ലാ പ്രസിഡന്റുമാർ അടക്കമുള്ള ഭാരവാഹികൾ തന്നെയാണ് ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. അവർക്കെല്ലാം തന്നെ, കാരണം നേതൃത്വത്തെ ആവേശഭരിതരാക്കുന്നതോടുകൂടി തന്നെ പ്രവർത്തകരിലേക്ക് അത് സ്വാഭാവികമായും എത്തിച്ചേരും. നേരത്തെ തന്നെ കൃത്യമായ ചിട്ടയോടുകൂടിയുള്ള ഒരു പ്രവർത്തനത്തിലാണ് BJP നടത്തിക്കൊണ്ടിരുന്നത്. താഴേക്കിടയിൽ നിന്ന്, അതായത് വാർഡ് തലത്തിൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. വാർഡ് തലം മുതൽ മുകളിലേക്ക് ഉള്ള പ്രവർത്തനങ്ങളായിരുന്നു കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയിരുന്നത്. വാർഡ് തലത്തിലുള്ള പ്രവർത്തകരെ കൂടുതൽ ആവേശഭരിതരാക്കിയും ഊർജ്ജസ്വലരാക്കിയും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചും കൂടുതൽ ആളുകളെ അതിൽ പങ്കാളികളാക്കിയും എല്ലാം തന്നെ സജീവമായി തന്നെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. ഈ പ്രവർത്തനങ്ങളുടെ തുടർന്നുള്ള ഒഴുക്കിന് അത് അമിത്ഷാ കൂടി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ BJPയുടെ സമുന്നതനായ നേതാക്കളിൽ ഒരാൾ, എങ്ങനെയാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ പ്രവർത്തകരിൽ ഉണ്ടാകുന്ന ഒരു ആവേശം, അതിന് സമാനമായി തന്നെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടി എത്തുമ്പോൾ അത് പ്രവർത്തകരിൽ ഉണ്ടാക്കുക. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾക്കും കാതോർത്ത് തന്നെയാണ് ഈ നേതൃത്വം ഇരിക്കുന്നത്. അതായത് മേഖലാ തലം മുതൽ മുകളിലേക്കുള്ള നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് അമിത്ഷാ പറയുന്നത്? കാരണം അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ, തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എല്ലാം തന്നെ വിജയിച്ചിട്ടുള്ളതാണ്. സജീവമായ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഓരോ തെരഞ്ഞെടുപ്പിലും, ഓരോ നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പുകളിൽ, ഓരോ സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാം തന്നെ BJPയുടെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു സമുന്നതനായ നേതാവ്, പകരക്കാരനില്ലാത്ത ഒരു നേതാവ് തന്നെയാണ് അമിത്ഷാ. അങ്ങനെ ഒരാൾ ഇവിടെ എത്തുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ചാണക്യ തന്ത്രങ്ങൾ, തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ചാണക്യ തന്ത്രങ്ങൾ മിന്നും വിജയമാണ് BJPക്കും ഇന്ത്യക്കും പലപ്പോഴും സമ്മാനിച്ചത്. അദ്ദേഹം വീണ്ടും കേരളത്തിലേക്ക് എത്തുമ്പോൾ, അതും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് എത്തുമ്പോൾ, അത് വലിയ പ്രതീക്ഷയാണ് BJP സംസ്ഥാന നേതൃത്വത്തിനും ഒപ്പം അണികൾക്കും നൽകുന്നത്, അല്ലേ? KP തീർച്ചയായും വലിയൊരു പ്രതീക്ഷ, വലിയൊരു ആവേശം അതിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. കാരണം KP തന്നെ പറഞ്ഞതുപോലെ തന്നെ ചാണക്യ തന്ത്രങ്ങളുടെ ഒരു കുലപതി തന്നെയാണ് അദ്ദേഹം. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടത്, എങ്ങനെ പ്രവർത്തിച്ച് മുന്നേറാൻ കഴിയും, തഴയക്കിടയിൽ മുതൽ സംസ്ഥാന നേതൃത്വങ്ങൾ വരെ, ദേശീയ നേതൃത്വങ്ങൾ വരെ ഏതെല്ലാം പ്രവർത്തന പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയിലൂടെ കടന്ന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് കൃത്യമായ ഒരു മുന്നൊരുക്കം നടത്തി മുന്നോട്ട് പോകാനും അത് നിർദ്ദേശിക്കാനും എല്ലാം കഴിയുന്ന ഒരു നേതാവ്. അങ്ങനെ ഒരു നേതാവ് ഇവിടെ എത്തുമ്പോൾ സ്വാഭാവികമായും കുറെ നാളുകൾക്ക് മുമ്പ് തന്നെ പ്രവർത്തനം
കേരളത്തിൽ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കാലേക്കൂട്ടി തന്നെ ആരംഭിച്ച ഒരു രാഷ്ട്രീയ സംഘടനയാണ് BJP. ഇടത് വലത് മുന്നണികൾക്ക് ഒരു താക്കീതാകുന്നതും വലിയൊരു ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന വിധത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് കൂടുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ആവിഷ്കരിക്കേണ്ട നടപടികൾ, എന്തെല്ലാം യോഗങ്ങളാണ്, ഏതെല്ലാം തരത്തിലാണ് പ്രവർത്തക കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കേണ്ടത്, ഓരോ ആളുകളിലേക്കും എത്തുന്ന, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിരവധി വികസന പദ്ധതികളുണ്ട്. അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികളുണ്ട്, യുവാക്കളുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികളുണ്ട്, ഒപ്പം തന്നെ കുട്ടികൾക്ക്, പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടത്തുന്ന വികസന പദ്ധതികളുണ്ട്, വിദ്യാർത്ഥികളുടെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ സമൂഹത്തിൽ പ്രധാന സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയും അവരുടെ ജീവിത വിജയം സ്വപ്നം കാണുന്നതിനും ആ ജീവിത വിജയം സ്വപ്നം കാണുന്ന വിജയം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുമുള്ള എല്ലാം തന്നെയുള്ള പദ്ധതികൾ BJP കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. ആ പദ്ധതികൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കേരളത്തിലും അതിന്റെ ഓരോ കോണിലും, ഓരോ ഭാഗത്തും, ഓരോ വീടുകളിലും ആ പ്രവർത്തനങ്ങൾ എത്തുന്നതോടുകൂടി തന്നെ എങ്ങനെയാണ് വികസനം സാധ്യമാകുന്നത്, എങ്ങനെയാണ് വികസിത കേരളം യാഥാർത്ഥ്യമാകുന്നത് എന്ന കാര്യം ഓരോ ആളുകൾക്കും മനസ്സിലാക്കി നൽകാൻ കഴിയും. അങ്ങനെ വികസിത കേരളത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്, ആ ചുവടുവയ്പിന്റെ ഒരുക്കങ്ങൾ തന്നെയാണ് അമിത്ഷാ, അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. ജിജീഷ് പറഞ്ഞതുപോലെ തന്നെ വികസിത കേരളം, ആ വികസിത കേരളത്തിനായുള്ള ചുവടുവെപ്പ് BJPയുടെ നേതൃത്വത്തിൽ ആ ഒരുക്കങ്ങൾ, തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ തന്നെയാണ് അമിത്ഷാ കൊച്ചിയിൽ നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ സ്വകാര്യ ചടങ്ങ് നടക്കുന്ന ബുൾഗാട്ടിയിൽ നിന്നും നിഷാദ് ദിലീപ് ചേരുകയാണ്. നിഷാ, ഈ സ്വകാര്യ ചടങ്ങിന് ശേഷമാണ് അദ്ദേഹം കോർ കമ്മിറ്റി യോഗം നടക്കുന്നിടത്തേക്ക് പോവുക. 11 മണിക്കാണ് യോഗം നിശ്ചയിച്ചിട്ടുള്ളത്. ഈ സ്വകാര്യ പരിപാടി എപ്പോഴാണ്? അദ്ദേഹം എത്തിച്ചേർന്ന് കഴിഞ്ഞോ? മറ്റ് വിശദാംശങ്ങൾ കൂടി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്ന ആദ്യത്തെ പരിപാടി ബോൾഗാട്ടിയുടെ ഒരു സ്വകാര്യ ഹോട്ടലിലാണ് നടക്കുന്നത്. ഇതൊരു സ്വകാര്യ പരിപാടിയാണ്. ബോൾഗാട്ടിയിലെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷമായിരിക്കും റോഡ് മാർഗം പാലാരി സ്വകാര്യ ഹോട്ടലിലേക്ക് BJP സംസ്ഥാന അധ്യക്ഷ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുക. 1 വരെയോടുകൂടി ആയിരിക്കും ഈ സ്വകാര്യ പരിപാടി ആരംഭിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ റോഡിലൂടെ ഹോട്ടലിനകത്തേക്ക് ഹോട്ടലിന്റെ ുള്ള ഹോട്ടൽ തന്നെയാണ്, ഇവിടെ തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത്. ഈ കാണുന്ന റോഡിലൂടെ വന്നായിരിക്കും അദ്ദേഹം ആദ്യത്തെ പരിപാടി സ്ഥലത്തേക്ക് പോവുക. 1 വരെയോടുകൂടി പരിപാടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1 വരെയോടുകൂടി പരിപാടി ആരംഭിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 മിനിറ്റ് സമയമായിരിക്കും അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുക. അതിനുശേഷം ഹൈക്കോടതി റോഡ് മാർഗമായിരിക്കും പാലാരി സ്വകാര്യ ഹോട്ടലിലേക്ക് BJP സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കാനായി പോവുക. ശരി. സ്വകാര്യ ചടങ്ങിന് ശേഷമാണ് അദ്ദേഹം കോർ കമ്മിറ്റി യോഗത്തിലേക്ക് പങ്കെടുക്കാൻ തിരിക്കുക.